കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, അതിന്റെ ഗുണങ്ങൾ, പ്രിഫിക്സസ് ഓഫ് 10 കഴിഞ്ഞു. ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ആയിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കുക അതൊന്ന് നോക്കാം നമുക്ക്. ഇപ്പൊ ഏരിയ വിസ്തീർണം എന്ന് പറയും മലയാളത്തിൽ. വിസ്തീർണം ഇപ്പം അതൊരു റെക്ടാംഗിളിന്റെ ഏരിയ ആണെങ്കിൽ നമ്മൾ അതിനെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, എൽ ഇൻറ്റു ബി, നീളം ഇൻറ്റു വീതി എന്നാ എഴുതുക. ഈ ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ ഇതിൽ എഴുതുമ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയാണ്. അതിനെ നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് എഴുതാൻ നിൽക്കാം. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് വാല്യൂന് ലെങ്ത് ചിലപ്പോൾ 3, ബ്രെഡ്ത്ത് 2 ആയിരിക്കാം, ചിലപ്പോൾ ലെങ്ത് 10 ആയിരിക്കാം, ബ്രെഡ്ത്ത് 5 ആയിരിക്കാം. ഇങ്ങനെ വാല്യൂസ് മാറി മാറി എടുക്കാം. പക്ഷെ ബേസിക്കലി ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ വീതി എന്ന് പറഞ്ഞാലും ലെങ്ത് തന്നെയാണ്. അപ്പൊ ഇതിനെ എനിക്ക് ലെങ്ത് തന്നെ എഴുതാം. അപ്പൊ ഇത് എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ എന്ന് എഴുതാം. എൽ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഞാൻ ഏരിയനെ ലെങ്ത്തിന്റെ ടേംസിൽ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എഴുതി. ഇത് ഒന്നും കൂടി കാണിക്കാൻ, കൃത്യമാക്കി കാണിക്കാൻ നമുക്ക് എം പവർ 0, എം എന്ന് പറഞ്ഞ മാസ്, എൽ പവർ 2, ടി പവർ 0 എന്നും എഴുതാം. എം പവർ 0 എന്ന് പറഞ്ഞാൽ എനിത്തിങ് പവർ 0 ഈസ് 1. നമ്മൾ മാത്സിൽ പ്രീ റിക്വസിറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട്, എനിത്തിങ് പവർ എനി നമ്പർ ടു ദ പവർ 0 ഈസ് 1. അപ്പോ എം പവർ 0, എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 എഴുതാം. എം പവർ 0, എൽ സ്ക്വയർ, ടി പവർ 0 ഇങ്ങനെ എഴുതി വെക്കാം. എന്തിനാ അത് എഴുതാനേ വഴിയെ പറയാം. ഇനി വോളിയം, വ്യാപ്തം. വ്യാപ്തം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഇരിക്കാൻ എടുക്കുന്ന, സ്പേസിൽ ഇരിക്കാൻ എടുക്കുന്ന സ്ഥലത്തിനെയാണ്, ഒരു സ്പേസിൽ വസ്തു ഓക്യുപ്പൈ ചെയ്യണം എടുക്കുന്ന സ്ഥലത്തിനെയാണ് വ്യാപ്തം എന്ന് പറയാം. ഒരു വസ്തു എത്ര സ്ഥലത്ത് ഇരിക്കുന്നോ അത്രയും സ്ഥലത്തിനെയാണ് അതിന്റെ വ്യാപനം അല്ലെങ്കിൽ വോളിയം എന്ന് പറയാം. ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ആൻ ഓബ്ജെക്ട് ഈസ് കോൾഡ് വോളിയം. ഇവിടെ വോളിയത്തിന് ഒരു ഫോർമുല, പല ഫോർമുലകളുണ്ട് കണ്ടുപിടിക്കുക. ഇപ്പൊ സിലിണ്ടറിന്റെ കണ്ടുപിടിക്കുക ഒരു ഫോർമുല, മറ്റേ ചതുര കട്ടയുടെ കണ്ടുപിടിക്കുക ഒരു ഫോർമുല, സ്ക്വയറിന്റെ കണ്ടുപിടിക്കാൻ ഫോർമുല. അതിലൊരു ഫോർമുല എടുത്തു, എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ലെങ്ത് തന്നെയാണ്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് ബേസിക്കലി ലെങ്ത് തന്നെയാണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാലും ലെങ്ത് തന്നെയാണ്. സോ വാട്ട് വി വിൽ ഗെറ്റ് ഈസ് എൽ ക്യൂബ്. ഇതിനെങ്ങനെ എഴുതുമ്പോ എം പവർ 0, എൽ പവർ 3, ടി പവർ 0. ഇനി ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും, സാന്ദ്രത. ഡെൻസിറ്റിയുടെ ഫോർമുല സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. പിണ്ഡം ബൈ വ്യാപ്തം, മാസ് ബൈ വോളിയം, മാസ് ഡിവൈഡഡ് ബൈ വോളിയം, VOL, വോളിയം. അപ്പൊ ഇതില് മാസിനെ ഞാൻ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ വോളിയത്തിന് ഈ ഫോർമുല എഴുതാ എം ബൈ എൽ ക്യൂബ് എന്ന് എഴുതാം. ഈ എൽ ക്യൂബിനെ മുകളിലേക്ക് എടുത്താൽ എനിക്ക് എം എൽ റൈസ് ടു -3 എന്ന് എഴുതാം. എം എൽ റൈസ് ടു -3. 1 by a to the power of x equals a to the power of -x. ആ മാത്സ് പ്രീ റിക്വസിറ്റ്സിൽ പറയുണ്ടായില്ല. ഈക്വൽസ് എം പവർ 1, വെറുതെ എന്ന് എഴുതിയ എം പവർ 1 ആണ്, എൽ പവർ -3, ടി പവർ 0. ഇനി ഞാൻ എഴുതുന്നത് സ്പീഡ്, വേഗത. വേഗത സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ഡിസ്റ്റൻസ്
traveled divided by time taken. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ 2 പോയിന്റുകൾക്കിടയ്ക്കുള്ള ദൂരം, അത് അടിസ്ഥാനപരമായിട്ട് ലെങ്ത് തന്നെയല്ലേ? ലെങ്ത് അല്ലേ? അത് അടിസ്ഥാനപരമായിട്ട് ലെങ്ത് ആണ്. ടൈമിന് പകരം ടൈം ടി എന്ന് കൊടുത്തു വെച്ചാൽ ദിസ് ബിക്കംസ് എൽ ടി ടു ദ പവർ ഓഫ് -1. ഈ ടി യെ മുകളിലേക്ക് കൊണ്ടുപോയാൽ ഇവിടെ ടി ടു ദ പവർ ഓഫ് 1 ആണ്, മുകളിലേക്ക് വന്നാൽ ടി ടു ദ പവർ -1 ആവും. എം എൽ ടി ടു ദ പവർ -1. ഇനി ത്വരണം, ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പഠിച്ചിട്ടുണ്ടാവും. ആക്സിലറേഷൻ, ത്വരണം. ചേഞ്ച് ഇൻ സ്പീഡ്, തൽക്കാലം അങ്ങനെ പറയാം. ശരിക്കും പറഞ്ഞാൽ, കൃത്യം പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നാണ് പറയാം. ദിശ അടക്കണ്ട, അത് വഴിയെ പറയാം. തൽക്കാലം നമുക്ക് ചേഞ്ച് ഇൻ സ്പീഡ് ബൈ ടൈം ടേക്കൺ എന്ന് പറയും. സ്പീഡ് കുറച്ചത്, ചേഞ്ച് ഇൻ സ്പീഡ് ബൈ ടൈം. സ്പീഡ് കുറച്ചാലും കൂട്ടിയാലും സ്പീഡ് തന്നെയാ കിട്ടുക. സ്പീഡ് കുറച്ചാലും കിട്ടുന്ന സ്പീഡായിരിക്കും. വാല്യൂവിന് വ്യത്യാസം ഉണ്ടാവും. 4 കിലോ അരിന്ന് 3 കിലോ അരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 കിലോ അരിയെ കിട്ടുക. 4 കിലോ അരിയിലേക്ക് 3 കിലോ അരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 7 കിലോ അരി കിട്ടും. 7 കിലോ ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒരേ തരമാണെങ്കിലേ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുള്ളൂ. അതായത് വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ലെങ്ത്തിന്റെ കൂടെ മാസ് കൂട്ടാൻ പറ്റില്ല. 4 മീറ്റർ നീളം പ്ലസ് 5 കിലോ മാസ്, അതിന് യാതൊരു അർത്ഥവും ഇല്ല. 4 മീറ്റർ നീളത്തിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് 1 മീറ്ററും കൂടി നീളം വെച്ചിട്ട് മൊത്തം നീളം 5 മീറ്റർ എന്ന് പറയാം. അല്ലെങ്കിൽ 4 മീറ്ററിന് 1 മീറ്റർ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ബാക്കി 4 - 3 മീറ്റർ നീളം എന്ന് പറയാം. അപ്പം കൂട്ടുകയോ കഴിക്കുകയോ ചെയ്യുമ്പോൾ ലെങ്ത്തിന്റെ കൂടെ ലെങ്ത് കൂട്ടിയാൽ കിട്ടുന്ന ലെങ്ത് ആയിരിക്കും, ലെങ്ത് കുറച്ചാലും കിട്ടുന്ന ലെങ്ത് ആയിരിക്കും. അതുപോലെ സ്പീഡ് കുറച്ചാലും കിട്ടുന്നത് സ്പീഡ് തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോ ഇതിനെ എനിക്ക് ചേഞ്ച് ഇൻ സ്പീഡിനെ എൽ ടി ടു ദ പവർ -1 ബൈ ടി. ഈ ടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എൽ ടി ടു ദ പവർ -1 ഇൻറ്റു ടി ടു ദ പവർ -1 എൽ ടി ടു ദ പവർ -2 എന്ന് കിട്ടും. ഇതിനെ ഞാൻ വീണ്ടും എം പവർ 0 എൽ പവർ 1 ടി ടു ദ പവർ -2 എന്ന് എഴുതും. ഇനി ഇവിടെ വേണമെങ്കിൽ ഈ 3 ഇതൊക്കെ നോക്കൂ, മാസ, ലെങ്ത്, ടൈം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇതിന്റെ കൂടെ ബാക്കിയുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും എഴുതാട്ടോ. ഐ പവർ 0 കറന്റിന് പകരം, കറന്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാ പറഞ്ഞു. ടെമ്പറേച്ചറിന് തീറ്റ പവർ 0 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കാം. 7 എണ്ണത്തിലും എഴുതാം. ഇപ്പൊ ഇവിടെ എന്താ ചെയ്തേ? ദീസ് ആർ, ഈ 5 എണ്ണം ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഈ 5 എണ്ണം ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അതായത് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മള് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എഴുതി. നോക്കൂ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എഴുതി. അങ്ങനെ എഴുതുമ്പോ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ പവേഴ്സിനെ എങ്ങനെ എഴുതുമ്പോ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എഴുതുമ്പോ ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ പവേഴ്സിനെ പറയുന്ന പേരാണ് ഡയമെൻഷൻ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ പവേഴ്സിനെ പറയുന്ന പേരാണ് ഡയമെൻഷൻ. While expressing ഒരു derived quantity in terms of fundamental quantity, ഒരു derived quantity fundamental quantities in the terms എഴുതുമ്പോ the powers of fundamental quantities are called dimension. അങ്ങനെ എഴുതുമ്പോ ആ പവേഴ്സിനെ പറയുന്ന പേരാണ് ഡയമെൻഷൻ. സോ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഏരിയ ഹാസ് 0 dimension in mass, 2 dimension in length
zero dimension in time and zero dimension in all other fundamental quantities. Volume has zero dimension in mass, 3 dimension in length, 0 dimension in time. Density has 1 dimension in mass, minus 3 dimension in length, negative 3 dimension in length, 0 dimension in time. Speed has 1 dimension in length, minus 1 dimension in time, 0 dimension in mass. ഈ 0 dimension in mass എന്നുള്ളത് പറഞ്ഞില്ലെങ്കിലും വിരോധമില്ല. 0 അല്ലാത്തത് മാത്രം പറഞ്ഞാലും മതി. Acceleration has 1 dimension in length, minus 2 dimension in time. And L square is the dimension formula of acceleration. L square is the dimension formula of acceleration. L cube is the dimension formula of volume. ml to the power minus 3 is the dimension formula of density. Lt to the power minus 1 is the dimension formula of speed or velocity. രണ്ടിനും അതന്നെയാണ് വരിക. Acceleration Lt to the power minus 2 is the dimension formula of acceleration. Lt to the power minus 2 is the dimension formula of acceleration. ഇപ്പൊ നമ്മളിവിടെ എന്താ കാണിച്ചത്? ഇവിടെ നമ്മള് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, ഫണ്ടമെന്റൽ അല്ലാത്ത ഏത് ക്വാണ്ടിറ്റീസിനെയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നാണ് അതിനെ പറയാ. അതിനെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എഴുതി. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എഴുതുമ്പോ ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ പവേഴ്സിനെ പറയുന്ന പേരാണ് ഡയമെൻഷൻ. അങ്ങനെ എഴുതുമ്പോ കിട്ടുന്ന ഫോർമുലയ്ക്ക് അതിനെ പറയുന്ന പേരാണ് ഡയമെൻഷൻ ഫോർമുല. ഡയമെൻഷൻ ഫോർമുല. അപ്പൊ നമ്മള് ഡയമെൻഷൻ ഫോർമുല എഴുതുമ്പോ സാധാരണ ഫോർമുല എന്ന് അതിന് ഏരിയ ഇങ്ങനെ ഇടും. ഡയമെൻഷൻ ഫോർമുല കാണിക്കാൻ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ചുറ്റും ഇടും. എന്തിനാ ചുറ്റും ഇടണെന്ന് വെച്ചാൽ ഏരിയയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ എൽ സ്ക്വയർ എപ്പോഴും പറ്റില്ല. ഇപ്പോ ഒരു സർക്കിളിന്റെ റേഡിയസ് തന്നേക്കണം നിൽക്കുക. ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെന്താ അതിന്റെ യൂസ്? അതിന്റെ യൂസ് വഴി പറയാം. അപ്പോ ഇത് ഡയമെൻഷൻ ഫോർമുല ആണ്. നേരെ മറിച്ച് സ്ക്വയറിന്റെ ഏരിയ ആണെങ്കിൽ തന്നെയാ ഫോർമുല വരിക. ശരി, സ്ക്വയറിന് മാത്രമേ ഇത് ബാധകമാവുള്ളൂ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരം. അപ്പോ ഇവിടെ ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ ദിസ് റെപ്രസെന്റ്സ് ഡയമെൻഷൻ ഫോർമുല. അപ്പൊ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് Lt to the power minus 2 എന്നിട്ടാ ദിസ് ഇസ് അതെന്ന് മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് ആക്സിലറേഷൻ. ആക്സിലറേഷന്റെ ഡയമെൻഷൻ ഫോർമുലയാണ്. ഇനി ഞാൻ അപ്പൊ ഡയമെൻഷൻ എന്താണ്, ഡയമെൻഷൻ ഫോർമുല എന്താണെന്ന് പറഞ്ഞു. ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയെ എങ്ങനെ എഴുതുമ്പോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എഴുതുമ്പോ ആ പവേഴ്സിനെ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ പവേഴ്സിനെ പറയുന്ന പേരാണ് ഡയമെൻഷൻ. അങ്ങനെ എഴുതുമ്പോ കിട്ടുന്ന ഫോർമുലയ്ക്ക് പറയുന്ന പേരാണ് ഡയമെൻഷൻ ഫോർമുല. കിട്ടുന്ന ഫോർമുലയ്ക്ക് പറയുന്ന പേരാണ് ഡയമെൻഷൻ ഫോർമുല. ഇനി ഞാൻ ഇതിലൊരു തത്വമുണ്ട്, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു തത്വം വരുന്നുണ്ട്. അതിലേക്കാണ് കിടക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ നോക്കാം. ഫിസിക്സിൽ നമ്മള് ധാരാളം ഇക്വേഷൻസ് എഴുതാം. ഇക്വേഷൻസ് വരും എപ്പോഴും ഫിസിക്സിൽ. അങ്ങനെ ഇക്വേഷൻസ് വരുമ്പോ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു ഇക്വേഷൻ ഞാൻ എഴുതി, ഡയമെൻഷൻ ഇക്വേഷൻ എഴുതുന്നത് A+B ഡയമെൻഷൻ ഇക്വേഷൻ അല്ല, ആദ്യം ഇക്വേഷൻ എഴുതി A+B = C+D. എയും ബിയും സിയും ഡിയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്.
ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ABCD. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ തത്വപ്രകാരം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, ഹോമോജീനിയസ് എന്ന് പറഞ്ഞ അർത്ഥം ഒരുപോലെ, ആ തത്വപ്രകാരം ഒരു ഇക്വേഷന്റെ രണ്ട് വശത്തുമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് സെയിം ആയിരിക്കും. ഡയമെൻഷൻസ് സെയിം ആയിരിക്കും. അതായത് എയുടെ ഡയമെൻഷൻ എമ്മിൽ വരുന്ന ഡയമെൻഷൻ ആയിരിക്കും ബിയുടെയും എമ്മിൽ വരുന്ന ഡയമെൻഷൻ, സിയുടെ എമ്മിൽ വരുന്ന ഡയമെൻഷൻ, ഡിയുടെ എമ്മിൽ വരുന്ന ഡയമെൻഷൻ. എയുടെ എല്ലിൽ വരുന്ന ഡയമെൻഷൻ തന്നെയായിരിക്കും സിയുടെയും എല്ലിൽ വരുന്ന ഡയമെൻഷൻ, അല്ലെങ്കിൽ ഡിയുടെയും എല്ലിൽ വരുന്ന ഡയമെൻഷൻ. അങ്ങനെ ഓരോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എടുത്താലും ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ് ആർ സെയിം ഇൻ എവരി ഇക്വേഷൻ. ഫിസിക്കൽ ഇക്വേഷൻ, ഫിസിക്സിൽ വരുന്ന ഇക്വേഷനില് ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓൺ ഐദർ സൈഡ് ഇസ് സെയിം. അപ്പൊ നമുക്ക് വേറൊരു വിധത്തിൽ എഴുതാം. എന്താ, ഇതിന്റെ രണ്ടിന്റെയും ഡയമെൻഷൻസ് സെയിം ആയ ഡയമെൻഷൻ ഫോർമുല ഈക്വൽ ആവും. അപ്പൊ ഇങ്ങനെ എഴുതിയ എന്താ അർത്ഥം? ഡയമെൻഷൻ ഫോർമുല ഓഫ് എ ഈക്വൽസ് ഡയമെൻഷൻ ഫോർമുല ഓഫ് ബി ഈക്വൽസ് ഡയമെൻഷൻ ഫോർമുല ഓഫ് സി ഈക്വൽസ് ഡയമെൻഷൻ ഫോർമുല ഓഫ് ഡി. ഇതിന് മനസ്സിലാവുന്ന വേറൊരു കാര്യം എന്താ വെച്ചാ, എയും ബിയും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എയുടെയും ബിയുടെയും ഡയമെൻഷൻ ഫോർമുല സെയിം ആണ് എന്ന് പറഞ്ഞാൽ എയും ബിയും സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അതായത് ഓൺലി സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി ആഡഡ്. ഇനി ഇവിടെ മൈനസ് വന്നാലും കുഴപ്പമില്ല, മൈനസ് വന്നാലും എന്നും ബി കിഴിച്ചാലും സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോ ഇതിന്ന് വേറൊരു കാര്യം മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ ഓൺലി സെയിം ടൈപ്പ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി ആഡഡ്. ഇനി ഇതന്നെ ഞാൻ വേറൊരു രീതിയിൽ എഴുതാം. ഇത് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉള്ളൂ. ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതി നിൽക്കാം. ഇത് പി ക്യൂ ഒക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. പി പ്ലസ് ക്യൂ പ്ലസ് ആർ ബൈ എസ് ഈക്വൽസ് WX എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട് നിൽക്കാം. ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ പി ക്യൂ എന്നുള്ള പ്രൊഡക്റ്റിന്റെ ഡയമെൻഷൻ ഫോർമുലയും പി ക്യൂ എന്നുള്ള പ്രോഡക്റ്റിന്റെ ഡയമെൻഷൻ ഫോർമുലയും ആർ ബൈ എസ് എന്നുള്ള ഡയമെൻഷൻ ഫോർമുലയും WX എന്നുള്ള ഡയമെൻഷൻ ഫോർമുലയും സെയിം ആയിരിക്കും. ഇഫ് പി ക്യൂ, പിയും ക്യൂവും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്, ആറും എസും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്, ഡബ്ല്യൂയും എക്സും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണെന്ന് വിചാരിക്കാം. സച്ച് ദാറ്റ് പി ക്യൂ പ്ലസ് ആർ ബൈ എസ് ഈക്വൽസ് WX, then പി ക്യൂന്റെ ഡയമെൻഷൻ ഫോർമുല, അതായത് പി ക്യൂന്റെ ഡയമെൻഷനും പി ക്യൂ എന്നുള്ളത് പിയും ക്യൂവും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഓരോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻസും ഇരുവശത്തുള്ള ഡയമെൻഷനും ആർ ബൈ എസിന്റെ ഡയമെൻഷനും സെയിം ആയിരിക്കും. അതെന്നെയായിരിക്കും WX മൊത്തം ഓരോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ. അതായത് ഇതില് പി ഇൻറ്റു ക്യൂല് എമ്മിനൊരു ഡയമെൻഷൻ ഉണ്ടാവുമല്ലോ, പി ക്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത്. അതേ ഡയമെൻഷൻ തന്നെയാവും ആർ ബൈ എസിലെ എമ്മിന്റെ ഡയമെൻഷൻ. അതേ ഡയമെൻഷൻ തന്നെയായിരിക്കും WXലെ എമ്മിന്റെ ഡയമെൻഷൻ. ഇങ്ങനെ ഓരോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ ഈ മൂന്നെണ്ണത്തിലും സെയിം ആയിരിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇൻ എ ഫിസിക്കൽ ഇക്വേഷൻ ഡയമെൻഷൻസ് ഓൺ either sides are same. Dimensions on either side are same. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് യൂസസ് ഓഫ് ഡയമെൻഷൻ മെത്തേഡ്. ഡയമെൻഷൻ സമ്പ്രദായത്തിന്റെ യൂസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. അത് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്. നോക്കൂ, ഞാൻ അന്നത്തെ മാത്സില് ഒന്നും വിട്ടുപോയിട്ടുള്ളൊരു പോയിന്റ് ആണ്. നമുക്ക് അറിയണതാണെന്ന് വിചാരിക്കണോ എങ്കിലും ഒന്നും കൂടി പറയാണ്. ലെറ്റ് എക്സും വൈയും രണ്ട് വേരിയബിൾസ് ആണെന്ന് വിചാരിക്കാം. വേരിയബിൾ എന്ന് പറഞ്ഞാൽ മാറി മാറി വാല്യൂ എടുക്കാവുന്നത് എന്നർത്ഥം. വാല്യൂസ് മാറി മാറി എടുക്കാവുന്നത്. ഇപ്പം ഉദാഹരണം എടുക്കാച്ചാ, ഇപ്പൊ അരി അങ്ങനെ എടുത്തിട്ടുണ്ട്.
അരിയിൽ ഇപ്പുറത്ത് ഒരു പാത്രത്തിൽ അരിയുണ്ട്, ഇപ്പുറത്ത് വേറൊരു ചാക്കിൽ അരിയുണ്ട്. ഈ അരി ഇങ്ങനെ ഇടുന്തോറും അരിയുടെ മാസ് മാറി മാറി വരികയാണ്. അരിയുടെ മാസ്, the mass of the rice is changing. അതിന് എടുത്താലും അപ്പൊ ദാറ്റ് ഈസ് എ വേരിയബിൾ. അവിടെ ആ കേസിൽ മാസ് ഇസ് എ വേരിയബിൾ, മാറിക്കൊണ്ടിരിക്കുന്ന സാധനം. ഓക്കെ, അങ്ങനെ വരുന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വേരിയബിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയും. ഇനി വേരിയബിൾ അല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വെലോസിറ്റി ഓഫ് ലൈറ്റ്, അതൊരിക്കലും മാറാത്തതാണ്. വെലോസിറ്റി ഓഫ് ലൈറ്റ്, ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്, ഇപ്പം വെള്ളത്തിന്റെ സാന്ദ്രത, അതൊരിക്കലും മാറില്ല, അത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എക്സും വൈയും വേരിയബിൾസിനെ റെപ്രസെന്റ് ചെയ്യാനിരിക്കുക. എ, സ്മോൾ ലെറ്റർ എ, ബി, സി, ഇങ്ങനത്തെ ടേംസ് കോൺസ്റ്റന്റിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. വേരിയബിൾസും കോൺസ്റ്റന്റും. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരം, സ്ഥിരമായിട്ടൊരു വാല്യൂ മാത്രമുള്ളതിനെയാണ് കോൺസ്റ്റന്റ് എന്ന് പറയാം. വാല്യൂസ് മാറി മാറി എടുക്കാവുന്നതിനെ വേരിയബിൾസ് എന്നും പറയും. വാല്യൂസ് മാറി മാറി എടുക്കാവുന്നതിനെ വേരിയബിൾസ് എന്ന് പറയും. അപ്പൊ എക്സും വൈയും രണ്ട് വേരിയബിൾസ് ആണെന്ന് വിചാരിക്കാം. സച്ച് ദാറ്റ് എക്സ് ഈസ് പ്രപ്പോർഷണൽ ടു വൈ. ഇങ്ങനെ എഴുതിയ അതിന്റെ അർത്ഥം, എക്സ് ഈസ് പ്രപ്പോർഷണൽ ടു വൈ എന്ന് എഴുതിയ അതിന്റെ അർത്ഥം, എക്സ് കൂടിയാൽ വൈ കൂടുന്നു, എക്സ് കുറഞ്ഞാൽ വൈ കുറയുന്നു. ഒരു ഉദാഹരണം പറയാച്ചാൽ, ഇപ്പൊ നമ്മള് ആ അരി പറഞ്ഞു, ഞാൻ അരി ഇങ്ങനെ ഇടുന്തോറും അതിന്റെ മാസ് കൂടി വരുന്നു, മാസ് കൂടുന്നു. അപ്പൊ മാസ് വേരിയബിൾ ആണ്. മാസ് കൂടുന്നതിനനുസരിച്ച് അത് ഇരിക്കാൻ എടുക്കുന്ന സ്ഥലം, ഓക്യുപ്പൈ ചെയ്യുന്ന സ്ഥലവും കൂടി വരും. മാസ് ഈസ് പ്രപ്പോർഷണൽ ടു വോളിയം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? മാസ് കൂടിയാൽ വോളിയം കൂടുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ഒരു എക്സാമ്പിൾ. അപ്പൊ ഇപ്പം എക്സ് 2 ആണ്, ആ നേരത്ത് വൈ 2 ആണെങ്കിൽ എക്സ് 2 ആയ വൈ 2. ഇനി എക്സ് 4 ആയി, അപ്പൊ വൈ 4 ആവും. എക്സ് 6 ആയ വൈ 6 ആവും. എങ്ങനെയാണെങ്കിൽ എക്സ് പ്രപ്പോർഷണൽ ടു വൈ ആണെങ്കിൽ. ഇനി ഇതിന് പകരം സപ്പോസ് ഇഫ് എക്സ് പ്രപ്പോർഷണൽ ടു വൈ സ്ക്വയർ ആണെങ്കിൽ എക്സ് 2 വൈ 4, എക്സ് 4 വൈ 16, എക്സ് 6 ആയ വൈ 36. സ്ക്വയർ ആയിട്ട് മാറും. അവിടെയും എക്സ് കൂടുമ്പോ വൈ കൂടുകയാണ് ചെയ്യണേ. എക്സ് നോക്കൂ, 2, 4, 6 ആയി വരുമ്പോ വൈ കൂടുകയാണ്. നേരത്തെക്കാളും പെട്ടെന്ന് കൂടുന്നു, സ്ക്വയർ ആയിട്ട് വന്ന്. ഇനി ക്യൂബായിട്ട് വരാം, അല്ലെങ്കിൽ റൂട്ട് വൈ ആയിട്ട് വരാം, പല രീതിയിൽ വരാം. ഇങ്ങനെ വരുമ്പോ ഇത് നമുക്ക് എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ വേണം. എങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുക എന്നുള്ളതാണ്. അതിന് ഇങ്ങനെ വരുമ്പോ ഈ ചിഹ്നത്തിനെ പ്രപ്പോർഷണാലിറ്റി, അനുപാതം എന്ന് പറയും. അനുപാതം എന്ന് പറയും. ഇഫ് എക്സ് പ്രപ്പോർഷണൽ ടു വൈ, then എപ്പോഴും നമുക്ക് എഴുതാം എക്സ് ഈക്വൽസ് എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു വൈ. The proportionality can be removed by multiplying with a constant. ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ പ്രപ്പോർഷണാലിറ്റി മാറ്റാം. അപ്പൊ കെയുടെ വാല്യൂ എന്താ വരിക? കെ ഈക്വൽസ് എക്സ് ബൈ വൈ. ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും, അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് ഇതാ എക്സ് വൈ, എക്സ് 2 വൈ 2, എക്സ് 4 ആയി വൈ 4 ആയി, എക്സ് 6 ആയി വൈ 6 ആയി. ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞ കെ? 2 എക്സ് ബൈ വൈ, 2 ബൈ 2 1, 4 ബൈ 4 1, 6 ബൈ 6 1. എപ്പോഴും കെയുടെ വാല്യൂ മാറുന്നില്ല. എക്സിന്റെയും വൈയുടെയും വാല്യൂസ് മാറി വരുന്നു, കെയുടെ വാല്യൂ മാറുന്നില്ല. അതെപ്പോഴും ഒന്നായിക്കൊള്ളുന്നില്ല കേട്ടോ. ചിലപ്പം ഇങ്ങനെ വരാം, എക്സ് ഇവിടെ 4, ഇവിടെ 8, ഇവിടെ 12 എന്ന് വരാം. ആ കേസില് എക്സ് ബൈ വൈ എന്ന് പറയുന്നത് എപ്പോഴും അര, ഹാഫ് ഇതായിരിക്കും. പക്ഷെ അപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഏത് കോൺസ്റ്റന്റ് ആണ്? കെ കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇഫ് എക്സ് ഈസ് പ്രപ്പോർഷണൽ ടു വൈ, അതിന്റെ അർത്ഥം, അതിന്റെ മീനിങ് എന്താ വെച്ചാൽ എക്സ് കൂടിയാൽ വൈ കൂടുന്നു, എക്സ് കുറഞ്ഞാൽ വൈ കുറയുന്നു എന്നാണ് ഇങ്ങനെ എഴുതിയാൽ അർത്ഥം. അപ്പൊ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ വേണം. എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ ആക്കുക? then x equals a constant in y. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ proportionality can be removed. proportionality മാറ്റാൻ can be removed
by multiplying with a constant. ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് പ്രപ്പോർഷണാലിറ്റിയെ അനുപാതത്തെ മാറ്റാൻ പറ്റും. അപ്പൊ ഇതിന് ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇപ്പം മാസ് വോള്യൂം, മാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വോള്യൂം. മാസ് കൂടുന്തോറും എടുക്കുന്ന സ്പേസ് കൂടി വരുന്നു. ഇനി വേറൊരു രീതിയിൽ ഇതേ അനുപാതങ്ങൾ വരാം. എക്സും വൈക്കും പകരം എക്സും സെഡും ആണെന്ന് വിചാരിക്കാം. എക്സും സെഡ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സെഡ്. ഇങ്ങനെ വന്ന ഇത് സെഡ്, സ്മോൾ ലെറ്റർ സെഡ്, ഇങ്ങനെ വന്ന ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സെഡ് എന്നാണ് പറയാം. എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എക്സ് കൂടിയാൽ സെഡ് കുറയുന്നു. ഒരു ഉദാഹരണം പറയാം. നമ്മള് ഇങ്ങനെ പിസ്റ്റൺ, സൈക്കിൾ പമ്പ്, അതില് സൈക്കിൾ പമ്പില് നമ്മൾ ആ പിസ്റ്റൺ വെച്ചിട്ട് ഇങ്ങനെ പിസ്റ്റൺ ഉണ്ട് നിൽക്കുക, പമ്പ് ഹാൻഡില്, ഇതിങ്ങനെ താഴ്ത്തേക്ക് തള്ളുമ്പോ ഇതിന്റെ ഉള്ളിലത്തെ വോളിയം കുറഞ്ഞു വരികയാണ്. പക്ഷെ അപ്പൊ പ്രഷർ കൂടി വരും, ഇതിന്റെ ഉള്ളിലെ മർദ്ദം കൂടി വരുന്നു. അപ്പൊ അവിടെ നമുക്ക് എന്ത് എഴുതാം? പി പ്രപ്പോർഷണൽ ടു 1/v എന്ന് എഴുതാം. വി എന്ന് പറഞ്ഞ വോളിയം, പ്രഷർ, പ്രഷർ എന്ന് പറഞ്ഞ മർദ്ദം, ഫോഴ്സ് ബൈ ഏരിയ. പിന്നെ എന്താവും? നിങ്ങളുടെ താഴ്ത്തേക്ക് ആവുമ്പോ ഇവിടുത്തെ മർദ്ദം കൂടി വരും. മർദ്ദം കൂടുന്നതിനനുസരിച്ച് വോളിയം കുറയുക ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ഇൻവേഴ്സ് പ്രപ്പോർഷണാലിറ്റി. തലതിരിഞ്ഞിട്ടാ വരുന്നത്. അവിടെയും ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് എക്സ് ഈക്വൽസ് എ കോൺസ്റ്റന്റ്, വേറൊരു കോൺസ്റ്റന്റ് ആയി എടുക്കാം, എ ബൈ സെഡ് എന്ന് എഴുതാം. വേറൊരു കോൺസ്റ്റന്റ് ആയിരിക്കും ആ കേസിൽ. അപ്പൊ എന്ത് എഴുതാം? എക്സ് സെഡ് ഈക്വൽസ് ദാറ്റ് കോൺസ്റ്റന്റ്. ഇതിനെ ഇൻവേഴ്സ് പ്രപ്പോർഷണാലിറ്റി എന്ന് പറയാം. ഇൻവേഴ്സ് ആയാലും ഡയറക്റ്റ് ആയാലും, ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് പ്രപ്പോർഷണൽ ടു വൈ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് പ്രപ്പോർഷണാലിറ്റി. എക്സ് പ്രപ്പോർഷണൽ ടു 1/z എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻവേഴ്സ് പ്രപ്പോർഷണാലിറ്റി. ഏത് കേസിലും ഈ പ്രപ്പോർഷണാലിറ്റി ക്യാൻ ബി റിമൂവ്ഡ് ബൈ മൾട്ടിപ്ലൈയിങ് വിത്ത് എ കോൺസ്റ്റന്റ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. പ്രപ്പോർഷണാലിറ്റി ക്യാൻ ബി removed by multiplying with a constant. So if x and y are two variables, വേരിയബിൾ ആയാലാണ് വാല്യൂസ് മാറി മാറി എടുക്കുക. അപ്പോഴാണ് എക്സ് കൂടുമ്പോ വൈ കൂടുക. എക്സും വൈയും കോൺസ്റ്റന്റ് ആയിരുന്നു എങ്കിൽ എക്സ് പിന്നെ കൂടുന്ന പ്രശ്നമില്ല, വൈയും കൂടുന്ന പ്രശ്നമില്ല. വേരിയബിൾസ് ആകുമ്പോഴാണ് മാറുക. അങ്ങനെ മാറുമ്പോ എക്സ് മാറുമ്പോ വൈയും മാറുന്നു. എക്സ് കൂടുമ്പോ വൈയും കൂടുന്നു വെച്ചാൽ എക്സ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വൈ. എക്സ് കൂടുമ്പോ വൈ കുറയണമെന്ന് വെച്ചാൽ എക്സ് പ്രപ്പോർഷണൽ ടു 1/y, അല്ലെങ്കിൽ 1/y² എന്ന് വരാം, 1/y³ എന്ന് വരാം, എങ്ങനെയും വരാം. അപ്പൊ ഇത്രയും ഈ കാര്യങ്ങളും കൂടി മാത്സിൽ ഒന്ന് ധാരണ ഉണ്ടായിരിക്കുന്നത് ആവശ്യമാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ യൂസസ് ഓഫ് ഡയമെൻഷനിലേക്ക് കിടക്കണേ. വി വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.